അഡ്വക്കേറ്റ് ബലദേവ് പറയാം, തുടരാം. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് തീർച്ചയായിട്ടും സുഭാഷ് ബാബു സാർ പറഞ്ഞതുപോലെ പരിപൂർണമായിട്ട് അതിനെ യോജിക്കുകയാണ്. കാരണം അവർക്ക് തീവ്രവാദ പ്രവർത്തനങ്ങളുണ്ടോ ഇല്ലെന്ന് അന്വേഷിക്കണം. ഒന്ന്, പോലീസ് തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. പോലീസിന്റെ അനുമതി ഇല്ലാതെ മാസ് ഡ്രില്ലിങ്ങുകളോ എന്നതിന്റെ ഒരു പ്രകടനമോ യാതൊന്നും നടത്താൻ കേരളത്തിൽ ഒരു നിയമം അനുവദിക്കുന്നില്ല. പോലീസിന്റെ അനുവാദം വേണം. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുവാദം വേണം. ഇന്ന കാര്യത്തിനാണ് ഈ ഗ്രൗണ്ട് ഉപയോഗിക്കുന്നത് പറയണം. അതെല്ലാം എടുത്തുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെയൊക്കെ റിപ്പോർട്ട് വ്യക്തമായിട്ട് ഒരു പക്ഷേ ഗവൺമെന്റിന്റെ മുന്നിലുണ്ടാകും. ഗവൺമെന്റിന്റെ അന്വേഷണത്തിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഇവര് തൽക്കാലം മതപരമായ വിദ്വേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്നുള്ള റിപ്പോർട്ടായി എന്റെ ഒരു അനുമാനം ഞാൻ പറയുകയാണ്. അങ്ങനെ ഒരു റിപ്പോർട്ടായിരിക്കണം ഗവൺമെന്റ് കിട്ടിയിരിക്കുന്നത്. എന്തെങ്കിലും വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കേണ്ടത് സ്പെഷ്യൽ ബ്രാഞ്ച് വിങ്ങാണ്. അവരുടെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് അങ്ങനെ ഉണ്ടായി കാണത്തില്ല. ഇപ്പൊ തീർച്ചയായും ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, കുറെ ചർച്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇന്നൊരു കുറെ അധികം അഭിമുഖം ഞാനിന്ന് അതുമായിട്ട് സെർച്ച് ചെയ്തു. ആ അഭിമുഖത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് താൽക്കാലികമായിട്ട് സുഭാഷ് സാർ പറഞ്ഞതുപോലെ താൽക്കാലികമായിട്ട് ഇതിനകത്തൊരു മതപരിവേഷമോ അല്ലെങ്കിൽ വർഗീയ പരിവേഷമോ അല്ലെങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളോ കാണുന്നില്ല. ആ റിപ്പോർട്ടായിരിക്കണം ഒരുപക്ഷെ സ്പെഷ്യൽ ബ്രാഞ്ച് കൊടുത്തത്. ഭാവിയിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ രീതിയിൽ അതിനകത്തൊരു മുസ്ലിം ഡോമിനേഷൻ ഉണ്ടാകുമ്പോൾ അതൊരു സംഘർഷാത്മകമായ സ്റ്റേജിലേക്ക് മാറുകയും ഇതിൽ നിന്ന് ചില നേരത്തെ പറഞ്ഞ ചില സ്ലീപ്പിംഗ് സെൽസ് ഉണ്ടാവുകയും NDF-ലോ PDF-ലോ ഒക്കെ പ്രവർത്തിച്ചവരൊക്കെ ഇതിനകത്ത് കടന്നുകൂടി അക്രമാസക്തരായി മാറി എന്നൊക്കെ വരാം. അപ്പോൾ ആണല്ലോ നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് നിരോധിക്കുകയും അതിനെതിരെ ശക്തമായ നിയമ നടപടിയായിട്ട് ഗവൺമെന്റ് പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അന്വേഷണങ്ങൾ വരട്ടെ, വ്യക്തം. ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച തന്നെ തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ട് ശക്തമായ രീതിയിൽ. പക്ഷേ ഈ ഒരു മൗനം അത് എന്നേക്കുമായി അവസാനിപ്പിക്കേണ്ടതല്ലേ? നോക്കൂ, ഇപ്പൊ ഉത്തരവാദപ്പെട്ടവർ പ്രതികരിച്ചെങ്കിൽ, അതായത് ഞാൻ പറയുന്നത് DGP അല്ലെങ്കിൽ മുഖ്യമന്ത്രി, കാരണം ഇത് കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്, സജീവമായിട്ട് നിൽക്കുകയാണിത്. അപ്പോൾ ഈ കൃത്യമായിട്ട്, അതായത് പോലീസ് അന്വേഷിച്ചു, അല്ലെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുണ്ട്, അല്ലെ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ സംശയിക്കുന്നത് പോലെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അവിടെ തീരില്ലേ ഈ പ്രശ്നം? പിന്നെയും എന്തിനാണ് ഇങ്ങനെ ചർച്ചയ്ക്ക് വഴിമരുന്നിട്ട് കൊടുക്കുന്നത്? സർക്കാർ തന്നെയല്ലേ? ഇതിനകത്ത് നമ്പ്യാർ ഒരുപക്ഷെ അത് കണ്ടു കാണും. മറ്റു 2-3 ചാനലിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇതിനെ കുറിച്ചുണ്ടായിരുന്നു, ചാനലിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതിനകത്ത് ഒരിടത്ത് എന്നെ ഒരാൾ വിളിച്ചതാണ്. അപ്പൊ അന്ന് സത്യം പറയുമ്പോൾ അന്ന് വിളിക്കുമ്പോൾ എനിക്ക് മെക്സോനെ കുറിച്ച് ആദ്യം എന്നെ വിളിക്കുമ്പോൾ വ്യക്തമായിട്ടൊരു ധാരണയില്ലായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു 10 മിനിറ്റ് കഴിയട്ടെ ഞാൻ അതിനെ കുറിച്ച് പറയാം. കാരണം വളരെ കുറച്ച് ദിവസമായിട്ടുള്ള ഈ സംഭവങ്ങൾ നടന്നിട്ട് ഈ മെക്സോനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണകൾ പിന്നീടാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ധാരണകളും ഗവൺമെന്റ് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പല ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥര് കോടതിയിലൊക്കെ വരുന്ന അന്വേഷിച്ചപ്പോൾ അവർക്ക് സ്പെഷ്യൽ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് കിട്ടിയിരിക്കുന്നത് വെറും ഒരു കായികാഭ്യാസങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സംഘടന എന്നുള്ള മാത്രമാണ് റിപ്പോർട്ട് പോയിരിക്കുന്നത്. ആ റിപ്പോർട്ടാണ് പോയിരിക്കുന്നത്. ആ വ്യക്തം അത് എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞുള്ള അറിവാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്. അതിനകത്ത് മറ്റു കാര്യങ്ങളുണ്ടോ? ആ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നവര് അതിനകത്ത് ഇച്ചിരി വർഗീയത പറഞ്ഞാൽ പോലീസിന്റെ തലപ്പത്ത് നിൽക്കുന്ന ചില ഹിന്ദുക്കൾ ആയിട്ടുള്ള സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പൊ അവർ പറഞ്ഞ അങ്ങനെയുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇങ്ങനെ പോയിരിക്കുന്നതെന്നാണ് അവർക്ക് റിപ്പോർട്ട്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചത് ഇന്നും ഇന്നലേക്കായിട്ടാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ചത്. അപ്പോൾ ഗവൺമെന്റ് കയ്യിരിക്കുന്ന റിപ്പോർട്ട് അതാണ്. ഇതിനകത്ത് ഇപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നുമില്ല, ഇതൊരു കായികാഭ്യാസം മാത്രമാണ്. നിരവധി അവർ പറയുന്നത് പല തരത്തിലുള്ള കായികാഭ്യാസങ്ങൾ, യോഗയുണ്ട്, മറ്റു പല നമ്മുടെ ഹിന്ദുക്കളുടെ. മോഹന മാഷക്കെതിരെ കേസ് എടുക്കേണ്ടതല്ലേ? അല്ല, മോഹന മാഷ് എന്ന് പറഞ്ഞ എന്താ? അത് നിങ്ങൾ വളച്ചൊടിക്കേണ്ട. നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം കേസാണ്. അല്ല, മോഹന മാഷ് പറഞ്ഞ 2 മൊബൈൽ ഫോൺ ഉണ്ട് എൻ്റെ തൊണ്ടി മുതൽ എടുത്ത് അടിച്ച് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ നോക്കൂ, മോഹന മാഷല്ലേ ഇത് സ്പ്രെഡ് ചെയ്തത്? അദ്ദേഹമല്ലേ വിവാദത്തിന് മോഹന മാഷ് മാത്രമല്ല, പിന്നെ കാന്തപുരവും പറഞ്ഞിരുന്നു. കാന്തപുരം ഒരു കാര്യം കൂടെ കാന്തപുരം ആഹ്വാനം ചെയ്തു, സുന്നി വിഭാഗത്തിലെ ചെറുപ്പക്കാരും ഇതുമായിട്ട് സഹകരിക്കരുത് എന്ന് കാന്തപുരം പറഞ്ഞിരുന്നു. ഇതിനകത്ത് വേറെ ഉദ്ദേശങ്ങളുണ്ട്. കാരണം ആയിക്കോട്ടെ, അല്ല അത് അദ്ദേഹത്തിന് രാവിലെ തന്നെ ഈ തട്ടോട്ട സ്ത്രീകളൊക്കെ ഈ ഓപ്പൺ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അതിലുള്ള കുണ്ഠിതമാണ് അദ്ദേഹം ഇറക്കിയത്. നമ്പ്യാരുടെ ഒരു അനുഭവം ഞാൻ പറയാം. കാരണം PDP പ്രസ്ഥാനം ഉണ്ടായപ്പം PDP UDF-ന്റെ ഭാഗമാക്കാൻ ശ്രമം നടത്തിയിരുന്നു. അതിന് ഞാനും ഞങ്ങളൊക്കെ RSP UDF നിൽക്കുന്ന സമയമാണ്. അന്ന് ഏറ്റവും കൂടുതൽ ഭയന്നത് കോൺഗ്രസ് ഒന്നല്ല, മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന്റെ ഒരു പ്രധാന പേര് ഞാൻ പറയുന്നില്ല, ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഞങ്ങളുടെ ഒരു നേതാവായിട്ട് ബന്ധപ്പെടുക. ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുക. അന്ന് അവർക്ക് 4 സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞ് UDF നിൽക്കാൻ. അന്ന് 14 സീറ്റ് മധുരി ചോദിച്ചു. അങ്ങനെയാണ് ആ ചർച്ച തെറ്റിപ്പോയത്. ഇപ്പൊ രാഷ്ട്രീയത്തിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ മണ്ടത്തരമായിരുന്നു.
അന്ന് ആ 4 സീറ്റൊക്കെ വാങ്ങിച്ച MLA മന്ത്രിയൊക്കെ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഗതിയോടൊന്നും വരത്തില്ലായിരുന്നു. അപ്പൊ അന്ന് അങ്ങനെ ഒരു മുസ്ലിം തീവ്രവാദ സംഘടന വളർന്നാൽ അത് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്യുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലുള്ള കുഞ്ഞാലിക്കുട്ടിക്ക് പ്രധാനം ചെയ്യുന്ന സംഘടന തന്നെയാണ്. അവരുടെ അണികളാണ് കൂടുതലായിട്ട് അങ്ങോട്ട്, അല്ല ഹിന്ദുക്കളോ ക്രിസ്ത്യാനിയോ അതിലൊക്കെ ചേരത്തില്ലല്ലോ. തീർച്ചയായിട്ടും മലപ്പുറം കോഴിക്കോട് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന, ഏറ്റവും കൂടുതലായി നിൽക്കുന്ന കുറേയധികം 10-20 MLA ജയിച്ചു വരുന്ന മുസ്ലിം ലീഗിനെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കാര്യം അവർ തീവ്രവാസം ഇപ്പോൾ തന്നെ അവർ അനുഭവിക്കുന്നുണ്ട്. അവരുടെ അണികൾ പല സ്ഥലത്തും നിങ്ങൾ പറഞ്ഞ പോലെ PDP-യിലോ അല്ലെ SDPI-യിലോ ഒക്കെ ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് കുറെ അധികം പേര് SDPI-യിലൊക്കെ ചേർന്നിട്ടുണ്ട്. അവരൊക്കെ നേരത്തെ മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ടിരുന്നവരാ. ചെറുപ്പക്കാരാണ് കൂടുതൽ അങ്ങനെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പല വർഗീയ സംഘടനകളും വളർന്നു വരുമ്പോൾ അത് ബാധിക്കുന്നത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെയാണ്, മറ്റുള്ളവരെയല്ല. കാര്യം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് വർഗീയ സംഘടനകളിലേക്ക് പോകുന്നത്. അല്ല ഒരിക്കലും മറ്റുള്ളവരല്ല. രാഷ്ട്രീയമില്ലാത്തവർ പോകത്തില്ല. കോളേജിൽ പഠിക്കാൻ പോകുന്ന പിള്ളേർ അവർ പഠിച്ച് തൊഴിൽ നോക്കി അവരൊക്കെ പുറത്തേക്ക് പോവുകയാണ്. സജീവ രാഷ്ട്രീയമായിട്ട് നിൽക്കുന്നവർക്ക് വിപ്ലവം പോരാൻ തോന്നുമ്പോൾ അവർ ചില വിപ്ലവ പ്രസ്ഥാനങ്ങളിലേക്ക് ചേരും. അത് നമുക്ക് പറയട്ടെ, ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചില വർഗീയ സംഘടനകളാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ അങ്ങേയറ്റം ദ്രോഹം ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ മെക്സവൻ എന്ന് പറയുന്ന സംഘടന ഒരു മുസ്ലിം തീവ്രവാദ സംഘടനയാണെങ്കിൽ അത് തുടങ്ങിയത് മലപ്പുറത്താണ്. മലപ്പുറം കേന്ദ്രീകരിച്ച് തുടങ്ങിയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയായിരിക്കും. കാന്തപുരത്തിന്റെ അടികളവും. കാര്യം അവിടെ ഉള്ള അണികളെല്ലാവർക്കും നഷ്ടപ്പെടും. അപ്പോൾ അവർ ശക്തമായിട്ടും നമ്മൾ എതിർക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് രാവിലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയും നമ്മുടെ കുഞ്ഞാപ്പയും എക്സസൈസ് ആവാന്ന് വിചാരിച്ചിറങ്ങി. അല്ല, തീർച്ചയായിട്ടും അവർക്ക് തീർച്ചയായിട്ടും പിണങ്ങിപ്പോയാൽ അവരുടെ കാലിന്റെ അടിയിലെ മണ്ണാണ് ചോരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, PDP അനുനയിപ്പിക്കാൻ ശ്രമിച്ചത് ചില പേര് ഞാൻ പറയുന്നില്ല, ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. ഞാനും എൻ്റെ കൂടെ എൻ്റെ കൂടെ ചർച്ചയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പ് പോയ ആളാണ്, 10 വർഷത്തിന് മുമ്പ്. അപ്പൊ അത് തീർച്ചയായിട്ടും അത് വർഗീയ സംഘടന വളരുമ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് തളർച്ച ഉണ്ടാകും. അതിന് തർക്കമൊന്നുമില്ല. ആ പാർട്ടിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ക്ഷയിച്ച എങ്ങനെ ദേശീയ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വളർന്നു വന്നപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ക്ഷയിച്ചു. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇങ്ങനെ അങ്ങനെ ഒരു രീതിയുണ്ട്. മറ്റു പ്രസ്ഥാനങ്ങൾ ഒന്ന് ചീഞ്ഞെങ്കിലേ മറ്റൊന്നിന് വളമാകൂ എന്ന് പറയുന്നത് പോലെ തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കും. അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് മുസ്ലിം സംഘടനകളെ തന്നെ ആയിരിക്കും, അല്ലാതെ ഹിന്ദു സംഘടനകളെ അല്ല. അതിന് തർക്കമൊന്നുമില്ല.